നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മറ്റൊരു മോഡൽ എക്സാം ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ 20 മാർക്കിനാണ് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ കുറച്ചുകൂടി പോർഷൻസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അങ്ങ് കൊണ്ടെത്തിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് പോകാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം നമ്പർ 1. പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കിട്ടിയോ? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ്, അല്ലെ? ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തതാണ്. ആ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം ആരാണ്? ഫെഡറിക് എസ്മാർക്ക് ആണ്, അല്ലെ? ആരാണ്? ഫെഡറിക് എസ്മാർക്ക് ആണ്. പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് എസ്മാർക്ക് ആണ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്റർനാഷണൽ ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായി കഴിഞ്ഞോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ച, അല്ലെ? അപ്പൊ ഏത് ഡേറ്റ് ആയിക്കോട്ടെ, സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് എന്ത് ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. 2025 ഫസ്റ്റ് എയ്ഡ് ഡേ എന്നാണെന്നുള്ള കാര്യവും അതിന്റെ തീം എന്താണെന്നുള്ള കാര്യവും ഗൂഗിളിൽ കണ്ടുപിടിക്കുക. കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഹോംവർക്ക് ആണ്. കൃത്യമായിട്ട് ചെയ്യുമല്ലോ? എല്ലാവരും ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് മനസ്സിലാവും. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് നിങ്ങൾ കൂടി ഒന്ന് വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 1-2 ചോദ്യങ്ങൾ നിങ്ങളത് ചോദിക്കും. അതിന്റെ ഉത്തരവ് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ തരണം. ഓക്കെ, നമുക്കൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ലോകത്തിൽ ആദ്യമായി ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിർമ്മിച്ച് അവതരിപ്പിച്ച കമ്പനി ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിർമ്മിച്ച് അവതരിപ്പിച്ച കമ്പനി ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ, ലോകത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവതരിപ്പിച്ച് നിർമ്മിച്ച കമ്പനി ഏതാണ്? നിങ്ങൾക്കറിയാം ഏത് കമ്പനിയാണ്? ഉത്തരം കിട്ടിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പനി ഇതാണ്, ജോൺസൺ ആൻഡ് ജോൺസൺ, അല്ലെ? ജോൺസൺ ആൻഡ് ജോൺസൺ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ പൗഡറുകൾ കട്ട പിടിക്കുന്നത് തടയാനായി ഉപയോഗിക്കുന്ന രാസവസ്തു എന്നതാണ് ചോദ്യം. ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് കിറ്റില് കുറച്ച് പൗഡേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കട്ട പിടിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? 4ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ്, മെഗ്നീഷ്യം സ്റ്റിയറേറ്റ് ആണ്. ഏതാണ്? മെഗ്നീഷ്യം സ്റ്റിയറേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ അറിയായിരിക്കുമല്ലോ. ഏതാണ്? കമന്റ് ബോക്സിൽ പറഞ്ഞേ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഒരാൾ ഇപ്പൊ 2-3 കമന്റ് ഇട്ടെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ചോദ്യം ഇതാണ്. പ്രഥമ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെടുന്നതാണോ പെടാത്തതാണോ എന്ന് അറിയുന്നതിന് ആദ്യം ആ വാക്കിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവസാനം പെട്ടുപോകും. രോഗിയുടെ ജീവൻ നിലനിർത്തുക, രോഗിയുടെ നില കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുക, രോഗിക്ക് വേദന സംഹാരികൾ നൽകി സ്വയം ചികിത്സിക്കുക, രോഗിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക. എന്താണ് രോഗിയുടെ ജീവൻ നിലനിർത്തുക? ശരിയാണോ? ശരിയാണ്. രോഗിയുടെ നില കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുക. ശരിയാണോ? ശരിയാണ്, എക്സാക്ട്ലി ശരിയാണ്. അതുപോലെ രോഗിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക. ശരിയാണോ? അതും ശരി തന്നെയാണ്. പക്ഷേ രോഗിക്ക് വേദന സംഹാരികൾ നൽകിക്കൊണ്ട് സ്വയം പ്രഖ്യാപിത ഡോക്ടർ ആവേണ്ട ആവശ്യമുണ്ടോ അവിടെ? ഒരാവശ്യമില്ല. സോ ഓപ്ഷൻ സി ആണ് അതിനകത്ത് ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ അല്ലേ? 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. അബോധാവസ്ഥയിലുള്ള ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ പ്രഥമ ശുശ്രൂഷകൻ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദാറ്റ് മീൻസ് എന്താണ് ചെയ്യേണ്ട കാര്യം ഏതെന്നാണ് ചോദ്യം.
രോഗിക്ക് ആവശ്യത്തിന് വെള്ളമോ പാനീയങ്ങളോ കുടിക്കാൻ നൽകുക. ബോധമില്ലാത്ത ഒരാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പണിയാവൂലേ? പണിയാവും. നാലാമത്തതോ, രോഗിയുടെ തലഭാഗം ബാക്കി ശരീരത്തെ ഭാഗത്തേക്കാൾ ഉയർത്തി വെക്കുക. നല്ലതാണോ? ഒരിക്കലും അല്ല. അതും എന്താണ്? അതും തെറ്റാണ്. എന്നാൽ രോഗിയെ എഴുന്നേൽപ്പിച്ചിരുത്താൻ ശ്രമിക്കുക. ബോധമില്ലാത്തവനെ എഴുന്നേറ്റിട്ട് ഇരുത്താൻ പാടുണ്ടോ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എന്നാൽ അബോധാവസ്ഥയിലുള്ള രോഗിക്ക് യാതൊരു കാരണവശാലും വെള്ളമോ പാനീയമോ നൽകാൻ പാടില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ് അതിന് ശരി ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? രോഗിക്ക് എന്നുവെച്ചാൽ ബോധം പോയ ഒരാൾക്ക് വെള്ളം കൊടുക്കാനോ എഴുന്നേൽപ്പിച്ചിരുത്താനോ കയ്യോ കാലോ ഒക്കെ പൊക്കി വെക്കാനോ ഒന്നും പാടില്ല. സോ ഓപ്ഷൻ ബി മാത്രമേ ശരിയായിട്ട് വരത്തുള്ളൂ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, മുറിവിലൂടെ അമിതമായി രക്തം വാർന്നു പോകുമ്പോൾ ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് എന്താണെന്നാണ് ചോദ്യം. മുറിവിലൂടെ അമിതമായിട്ട് ബ്ലഡ് പോവുകയാണ്. നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കിയാലോ. മുറിവ് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ഇതിൽ ചെയ്യേണ്ടതാണ്. ദാറ്റ് മീൻസ് പോസിറ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. മുറിവിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ശരിയാണോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. രോഗിയെ ഉടനെ തന്നെ ഇരുത്താൻ ശ്രമിക്കുക. നല്ലതാണോ? അല്ല. മുറിവ് വായു സമ്പർക്കം ലഭിക്കാനായി തുറന്നിടുക. നല്ലതാണോ? ഒരിക്കലും അല്ല. മുറിവിന് മുകളിൽ തുണി വെച്ച് അമർത്തി പിടിക്കുകയും ആ ഭാഗം ഉയർത്തി വയ്ക്കുകയും ചെയ്യുക. അത് ശരിയാണോ? ശരിയാണ് അല്ലെ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ? മുറിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? തുണി സംതിങ് വെച്ച് പിടിക്കുകയും ആ ഭാഗം ഉയർത്തി വയ്ക്കുകയും ചെയ്യണം. അതാണ് പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്ന മാധ്യമമായ ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് നോക്കിയേ. വെള്ളത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണ്? എട്ടാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? എത്രയാണ്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം 540 ആണ് കേട്ടോ. 540 ആണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം ചോദിച്ചാൽ 540 ആണ് കേട്ടോ. 540 ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒൻപതാമത്തെ ചോദ്യം, ജലം ഒരു അഗ്നിശമന മാധ്യമമായി ഉപയോഗിക്കുമ്പോഴുള്ള പ്രധാന ദോഷം എന്താണ്? ജലം നമ്മൾ ഒരു പ്രധാനപ്പെട്ട അഗ്നിശമന മാധ്യമമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള ദോഷം അല്ലെങ്കിൽ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ദോഷം? എന്താണ്? നോക്കിയാലോ ഓരോന്നായിട്ട് തന്നെ നോക്കാം. ജലം ഉയർന്ന വിശിഷ്ട താപധാരത ഉള്ളതാണ്. അതാണോ ദോഷം? ഒരു കാരണവശാലും അല്ല. അത് ദോഷമല്ല. അതെന്താണ്? അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ? അടുത്തതാണെങ്കിലോ, പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ജലം ഉപയോഗിച്ച് സ്മോദറിംഗ് രീതിയിൽ മാത്രമേ തീ കെടുത്താൻ പാടുള്ളൂ. ദോഷമാണോ? അല്ല. പ്രകൃതിയിൽ ജലം വളരെ കുറഞ്ഞ അളവിലാണ് ലഭ്യമായിട്ടുള്ളത്. അത് ദോഷമാണോ? അത് ദോഷമല്ല. പക്ഷേ ഇത് വൈദ്യുത ചാലകമായതിനാൽ സജീവമായ ഇലക്ട്രിക് ലൈനുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത് കറക്റ്റ് അല്ലേ? ഇപ്പോ വീട്ടിലെ കമ്പ്യൂട്ടറോ ടിവിയോ എന്തെങ്കിലും കത്തിയാൽ അതിൽ വെള്ളം കോരി ഒഴിച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇരുന്ന് വിറയ്ക്കും. മറ്റേ വെട്ടം സിനിമയില് ജഗതി ശ്രീകുമാറൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞ് വിറയ്ക്കും പോലെ വിറയ്ക്കേണ്ടി വരും. സോ ഓപ്ഷൻ ബി ആണ് നിങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദോഷം എന്താണ്? അവിടെ എത്രയും ഡാമേജ് ആവും. ചെളിയും അഴുക്കും ബാക്കി സാധനങ്ങളൊക്കെ വന്ന് സാധനങ്ങൾ മൊത്തം ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം ഉപയോഗിച്ചാൽ. അങ്ങനെ ഒരു ദോഷമുണ്ട് കേട്ടോ. അടുത്ത്, എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ അഗ്നിശമന മാധ്യമം ഏതാണ്? എണ്ണ, പെട്രോളിയം അതിനുപയോഗിക്കുന്ന അഗ്നിശമന മാധ്യമം. ഉത്തരം കിട്ടിയോ? പത്താമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതാണ്? നമുക്കവിടെ ഈ പറയുന്ന ടീസ് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ടെർണറി യൂട്രിക് ക്ലോറൈഡ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ടെർണറി യൂട്രിക് ക്ലോറൈഡ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? TC ഒരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ജലം ഉപയോഗിക്കാമോ? വേണ്ട. അവിടെ കറക്റ്റായിട്ട് എണ്ണ, പെട്രോളിയം പോലുള്ള സാധനങ്ങളിലൊക്കെ തീപിടുത്തം വന്നാൽ നമ്മൾ അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാനുള്ള എന്താണ്? പതയാണ് അല്ലെങ്കിൽ ഫോമാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. എണ്ണയിലും പെട്രോളിയത്തിലൊക്കെ വെള്ളം കത്തുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ബ്ലീം ഉണ്ടാവും. അവിടെ ഫയർ ബോൾസ് ഉണ്ടാവും അല്ലെ? കഴിഞ്ഞ മോഡൽ എക്സാംസിന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. ഫയർ ബോൾസ് ഉണ്ടാവും അല്ലെ? അടുത്ത ചോദ്യം ഭയങ്കര ഡേഞ്ചറസുമാണ്. അടുത്ത ചോദ്യം, BC ടൈപ്പ് ഡ്രൈ കെമിക്കൽ പൗഡർ അല്ലെ? BC ടൈപ്പ് DCP
അതിലെ DCP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് എന്നാണോ? ഡ്രൈ കെമിക്കൽ പൗഡർ ആണ്. അതിലടങ്ങിയിട്ടുള്ള മുഖ്യ ഘടകം ഏതെന്നാണ് ചോദ്യം. ഒന്ന് പറഞ്ഞേ, BC ടൈപ്പിലെ മുഖ്യ ഘടകം ഏതാണ്? ഉത്തരം കിട്ടിയോ? BC ടൈപ്പിലെ മുഖ്യ ഘടകം ഏതാണ് വരുന്നത്? ഏതാണ്? ഉത്തരം കിട്ടിയോ? സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? ഓപ്ഷൻ ബി എഴുതിയോ? സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? ആണ്. അടുത്ത ചോദ്യം നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ABC ഈ ക്ലാസ് തീപിടുത്തങ്ങളിൽ, ദാറ്റ് മീൻസ് ഈ 3 ടൈപ്പ് ഓഫ് തീപിടുത്തങ്ങൾക്കും സജീവ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലെ തീപിടുത്തങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മൾട്ടി പർപ്പസ് DCP ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം എ ക്ലാസ് ഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് കഴിഞ്ഞ മോഡൽ എക്സാമിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ആണ് അല്ലെ? സോളിഡ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ആണ് അല്ലെ? ലിക്വിഡിൽ ഉണ്ടാകുന്ന തീപിടുത്തം. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാഷ്യസ് ആണ് അല്ലെ? ഗ്യാഷ്യസ്. അതുപോലെ ABC. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസ് ആണ്, മെറ്റൽസ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ആണ് അല്ലെ? ഇലക്ട്രോണിക്. അപ്പോ എയിലും ബിയിലും സിയിലും ഇയിലും സജീവമായി ഉപയോഗിക്കാൻ കഴിയുന്ന DCP, ഡ്രൈ കെമിക്കൽ പൗഡർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? സിമ്പിൾ ആണ്. അത് ഏതാണ്? അതാണ് ABC ടൈപ്പ് എന്ന് പറയുന്നത്. ഏതാണ്? ABC ടൈപ്പ്. അതിലെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അടുത്ത ചോദ്യം നമ്മുടെ 13ാമത്തെ ചോദ്യം. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൗഡർ ഏതാണ്? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൗഡർ ഏതാണ്? ഉത്തരത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫയർഫോഴ്സിന്റെ ബാച്ച് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും കിട്ടും. ഓക്കെ, അത് എന്റെ ഗ്യാരണ്ടി ആണ്. 300 രൂപയാണ് ഫീ വരുന്നത്. ഫീ അടയ്ക്കേണ്ട നമ്പർ അറിയാലോ, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ, അല്ലെങ്കിൽ ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിലെന്ത് ചെയ്യുക? 300 രൂപ ഫീ അയക്കുക, അല്ലെങ്കിൽ ഈ ഒരു QR കോഡിൽ അയച്ചാലും മതിയാവും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പർ, സെയിം നമ്പറിൽ തന്നെ വാട്സാപ്പിൽ അയച്ചു തരിക. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എത്രയും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം പിടിച്ചോളൂ. ചോദ്യം ഇതാണ്: ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പൗഡർ ഏതാണ്? കിട്ടിയോ? നമ്മൾ ഇടയ്ക്ക് TEC എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? TEC ആണ് കേട്ടോ. ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ സി കിട്ടിയോ? എന്താണ് TECയുടെ ഫുൾ ഫോം? പഠിച്ചു വെച്ചോളണേ. ടെർണറി യൂട്ടക്റ്റിക് ക്ലോറൈഡ് എന്നാണ്. എന്താണ്? ടെർണറി യൂട്ടക്റ്റിക് ക്ലോറൈഡ് എന്നാണ്. പഠിച്ചു വെച്ചോളും TECയുടെ ഫുൾ ഫോം. അതുപോലെ തന്നെ MSDSന്റെ ഫുൾ ഫോം, CPRന്റെ ഫുൾ ഫോം, അങ്ങനെ ഒരുപാട് ഫുൾ ഫോം നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. DCPയുടെ ഫുൾ ഫോം, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ TEC എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർണറി യൂട്ടക്റ്റിക് ക്ലോറൈഡ് എന്നാണ് കേട്ടോ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെറ്റൽസിൽ ഉണ്ടാവുന്ന തീപിടുത്തം ഏതാണ്? മെറ്റൽസിൽ ഉണ്ടാവുന്ന ക്ലാസ് A ആണോ, B ആണോ, C ആണോ, D ആണോ, E ആണോ? D ആണ് അല്ലെ? നമുക്കറിയാം. അടുത്ത ചോദ്യം നമ്മുടെ 14ാമത്തെ ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അഗ്നിശമനികളുടെ വികാസ അനുപാതം, എക്സ്പാൻഷൻ റേഷ്യോ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്ന അഗ്നിശമനികളുടെ എക്സ്പാൻഷൻ റേഷ്യോ എത്രയാണ്? ഉത്തരം കിട്ടിയോ? 14ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം കിട്ടിയോ? എത്രയാണ് വരുന്നത്? 1:450 അല്ലേ? ഓപ്ഷൻ ബി എഴുതിയോ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1:450 ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിന്റെ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നമ്മുടെ 15ാമത്തെ ചോദ്യം. ഓസോൺ പാളിക്ക് ഭീഷണിയാകുന്നതിനാൽ 1994 ജനുവരി 1 മുതൽ ആഗോളതലത്തിൽ നിരോധിച്ച അഗ്നിശമനികൾ ഏതാണ്? ഓസോൺ പാളിക്ക് ദോഷം ഉണ്ടാക്കും, അതുകൊണ്ട് എന്ത് ചെയ്തു? 1994 ജനുവരി 1 മുതൽ ഇതിനെ നിരോധിച്ചു. ഏതാണ് സംഭവം? എന്താണ്? ഉത്തരം കിട്ടിയോ? ഏതാണ്? ക്ലീനിങ് ഏജന്റ് ആണോ? അല്ല. CO2 ആണോ? അല്ല. DCP ആണോ? അല്ല. പക്ഷെ ഏതാണ്? ഹാലോൺസ് അല്ലേ? അലസവാതകമായിട്ടുള്ള ഹാലോൺ ആണ് അല്ലെ? ഹാലോൺ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ 16ാമത്തെ ചോദ്യം ഇതാണ്. മുതിർന്ന ഒരാളിൽ ഹൃദയസ്തംഭന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആയിട്ട് CPR കൊടുക്കേണ്ട റേഷ്യോ എത്ര എന്നാണ് ചോദ്യം. മുതിർന്ന ഒരാൾ, ഒരു എൽഡർ പേഴ്സണില് CP അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും അയാൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ CPR കൊടുക്കാനുള്ള റേഷ്യോ എന്താണെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. വാട്ട് ഈസ് ദ റേഷ്യോ? ഡാഷ് ഈസ് ടു ഡാഷ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫയർമാൻ ഡ്രൈവർ ഏതാണ്? ഉത്തരം വരുന്നത് ഏതാണ്? 16ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ്? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ഡി എഴുതിയോ? 30 മർദ്ദം അല്ലെങ്കിൽ 30 പ്രഷേഴ്സിന് 2 കൃത്രിമ ശ്വാസം അല്ലെ? അവിടെ കറക്റ്റ് റേഷ്യോ പറഞ്ഞാൽ 30:2 ആണ് കേട്ടോ. ഉണ്ടാകുന്ന ശരിയായ CPR റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 തവണ നമ്മൾ എന്ത് ചെയ്യണം? 30 തവണ നമ്മൾ പ്രഷർ ചെയ്യണം, എന്നിട്ട് 2 തവണ കൃത്രിമ ശ്വാസം കൊടുക്കണം. ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണ്. 30:2 ആണ്. 30 മർദ്ദങ്ങൾക്ക്
2 കൃത്രിമ ശ്വാസം ആ രീതിയിലാണ് കൊടുക്കാനുള്ളത്. അടുത്ത ചോദ്യം നമ്മുടെ 17ാമത്തെ ചോദ്യം. 2 CPR പ്രക്രിയകൾക്കിടയിലുള്ള സമയവ്യത്യാസം പരമാവധി എത്ര സെക്കൻഡുകളിൽ കൂടാൻ പാടില്ല? 2 CPR പ്രക്രിയകൾക്കിടയിലുള്ള സമയവ്യത്യാസം അതിന്റെ റേഷ്യോ നമ്മൾ പറഞ്ഞു. അതിന്റെ ടൈം ഗ്യാപ്പ് എത്രയിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. 2 CPRകൾക്കിടയിലുള്ള ടൈം ഗ്യാപ്പ്. ഉത്തരം കിട്ടിയോ? 17ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത്, ഉത്തരത്തിലേക്ക് കടക്കട്ടെ. ഓപ്ഷൻ ബി എഴുതിയോ? 5 സെക്കൻഡ് ആണ്. എത്രയാണ്? 5 സെക്കൻഡ് ആണ് കേട്ടോ. 5 സെക്കൻഡിൽ കൂടാൻ പാടില്ല. 2 CPR പ്രക്രിയകൾക്കിടയിലുള്ള സമയവ്യത്യാസം പരമാവധി 5 സെക്കൻഡിൽ കൂടാൻ പാടില്ല. അടുത്ത ചോദ്യം. അഗ്നിശമനികളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന 1 കിടപ്പുണ്ട്, പ്രസ്താവന 2 കിടപ്പുണ്ട്. നമുക്ക് നോക്കാം. പ്രസ്താവന 1 വായിച്ചു നോക്കാം. അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ കണ്ടെയ്നറിലെ മർദ്ദം വർദ്ധിക്കുന്നു. എന്താണ്? അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കൂടുമ്പോൾ കണ്ടെയ്നറിലെ മർദ്ദം വർദ്ധിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്യൂഷറിലെ അടപ്പ് തുറക്കുമ്പോൾ റെസിഡ്യൂവൽ ഗ്യാസ് പുറത്തേക്ക് പോകുന്നതിനാണ് ബെൻഡ് ഹോളുകൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കിട്ടിയോ? 18ാമത്തെ ചോദ്യം കിട്ടിയോ? ഉത്തരം കിട്ടിയത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരത്തിലേക്ക് പോട്ടെ. ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ കണ്ടെയ്നറിനുള്ളിലെ മർദ്ദം വർദ്ധിക്കത്തില്ലേ? എക്സാക്ട്ലി ശരിയാണ്. രണ്ടാമത്തെ ആണെങ്കിലോ, എക്സ്റ്റിങ്ക്യൂഷറിൽ അടപ്പ് തുറക്കുമ്പോൾ റെസിഡ്യൂവൽ ഗ്യാസ്, മിച്ചം വരുന്ന ഗ്യാസ് പുറത്തേക്ക് പോകാനല്ലേ വെന്റ് ഹോളുകൾ വച്ചേക്കുന്നത്? 2 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? ഓപ്ഷൻ ഡി പ്രസ്താവന 1, 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതിയവർക്ക് ശരി ഉത്തരം കിട്ടുന്നു. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അഗ്നിശമന കണ്ടെയ്നറുകളിലെ സ്നിഫർ വാൽവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? അപ്പോൾ എന്തിന്റെയാണ്? സ്നിഫർ വാൽവിന്റെ ആണ്. ഓക്കെ, എന്തിനാണ്? സ്നിഫർ വാൽവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കണ്ടെയ്നറിനുള്ളിലെ മർദ്ദ വ്യത്യാസങ്ങൾ നിർവീര്യമാക്കുന്നത് സ്നിഫ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. എക്സ്റ്റിങ്ക്യൂഷറുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഉന്നത മർദ്ദം മൂലവും ഇതിലെ ബോൾ അതുപോലെ തന്നെ ഡിസ്ക് ഉയർന്നു പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ പുറത്തേക്കുള്ള വഴി തുറക്കുന്ന ഇതാണെന്നും പറയുന്നുണ്ട്. എക്സ്റ്റിങ്ക്യൂഷറുകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഉയർന്ന മർദ്ദം മൂലം ഇതിലെ ബോൾ അല്ലെങ്കിൽ ഡിസ്ക് ഉയർന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുന്നത് ഈ പറയുന്ന സ്നിഫ്റ്റർ വഴിയാണെന്നും പറയുന്നുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി, ഏതൊക്കെയാണ് ശരി? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉയർന്ന മർദ്ദം മൂലം ഇതിലെ ബോൾ അല്ലെങ്കിൽ ഡിസ്ക് ഉയർന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുകയാണോ ചെയ്യുന്നത്? ആണോ? അല്ല, പുറത്തേക്കുള്ള വഴി അടയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉയർന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുന്നു എന്നല്ല, ഇത് അടയുന്നു, ക്ലോസ് ആവുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേനെ. എക്സ്റ്റിങ്ക്യൂഷറുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഉയർന്ന മർദ്ദം മൂലം ബോൾ ഡിസ്ക് ഉയർന്ന് പുറത്തേക്കുള്ള വഴി ബ്ലോക്ക് ആവുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷേ തുറക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ കണ്ടെയ്നറിനുള്ളിലെ നേരിയ മർദ്ദ വ്യത്യാസങ്ങൾ നിർവീര്യമാക്കുന്ന സ്നിഫ്റ്ററിലെ ശരിയാണ്. 1 ശരിയാണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ഈ പറയുന്ന ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ പറയുന്ന മറ്റൊന്നുമല്ല, നന്നായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ബെനിഫിറ്റ് ജോയിൻ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് ജോയിൻ ചെയ്യുന്ന പിള്ളേരൊക്കെ കിട്ടിയിട്ടേ ഉള്ളൂ. അതെല്ലാ പരീക്ഷയും കിട്ടിയിട്ടേ ഉള്ളൂ. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി പറയട്ടെ. 19ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഏതാണ്? 1 മാത്രം ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഡ്രൈ കെമിക്കൽ പൗഡറിന്റെ ഗുണങ്ങളിൽ പെടാത്തത് ഏതാണ്? ഗുണങ്ങളിൽ പെടുന്നതല്ല, ഉൾപ്പെടാത്തത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഇത് വൈദ്യുതി വിടാത്തതിനാൽ വൈദ്യുതി തീപിടുത്തങ്ങൾക്ക് സുരക്ഷിതമാണ്. ശരിയാണോ? എക്സാക്ട്ലി ശരിയാണ്. ദ്രാവക അഗ്നിബാധകളിൽ വളരെ വേഗത്തിൽ അഗ്നിശമനം സാധ്യമാകുന്നു. ശരിയാണോ? ശരിയാണ്. ഇത് ചർമ്മത്തിന് ദോഷകരമല്ല, വിഷവുമല്ല. ശരിയാണോ DCP? എക്സാക്ട്ലി ശരിയാണ്. എന്നാൽ 3 നോക്കിയേ. ഇത് ഉപയോഗിച്ചതിന് ശേഷം യാതൊരുവിധ മാലിന്യങ്ങളും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഇത് ഉപയോഗിച്ചതിന് ശേഷം യാതൊരുവിധ മാലിന്യങ്ങളും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മാലിന്യങ്ങൾ ഉണ്ടാവും. സോ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ചോദ്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലേ? ക്ലാസ് ഉപകാരപ്പെട്ടില്ലേ? നിങ്ങൾ ചെയ്യാനുള്ളത് ഇന്നത്തെ 20 മാർക്കിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കമന്റ് ബോക്സിൽ പെട്ടെന്ന് പറയുക. നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ഇനിയും മോഡൽ എക്സാംസ് വേണം, അതുകൊണ്ട് ഞാൻ ഇത്തവണ ഈ മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറയുക.
അതുപോലെ തന്നെ നമ്മളൊരു ലോങ് വീഡിയോ നമ്മുടെ CPO ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 12 മണിക്കൂറൊക്കെ വരുന്നൊരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു സാധനം എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറയുക, ചെയ്തു തരാം. ഓക്കെ, യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കത്തില്ലേ, ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ബാച്ച് 99 611 69 272 എന്ന് പറയുന്ന നമ്പറിലാണ് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ഈ നമ്പർ കോൾ എനേബിൾഡ് നമ്പറിലെ വാട്സ്ആപ്പ് നമ്പറാണ്. നമ്പറിൽ എന്ത് ചെയ്യുക, 300 രൂപ ഫീ അടച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ക്ലാസ്സും നോട്ട്സും എക്സാംസും കംപ്ലീറ്റ് PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും വേഗം ജോയിൻ ചെയ്യുക. വീണ്ടും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാതിരുന്ന എങ്ങനെ ശരിയാവും. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.